യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ നിന്റെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്നതാ ഭാഗ്യം. നീ തിരുമേശ എടുക്കുന്നത് ഒരു വലിയ മഹാഭാഗ്യമാ. നീ വേർപാട് പാലിച്ച് ഈ സത്യത്തിന് സാക്ഷിയായി ആക്ഷേപങ്ങളും നിന്ദകളും അപമാനങ്ങളും പീഡകളും ഒക്കെ സഹിച്ച് ഈ നിൽക്കുന്നത് നഷ്ടമല്ല. സഹിക്കുന്നവര് കൂടെ വാഴും. അവർ നിങ്ങൾക്കായിട്ടൊരു നഗരം ഒരുക്കിയിട്ടുണ്ട്. ആരും അപകരിക്കാത്ത, ആരും പിടിച്ചു പറിക്കാത്ത, ആരും അപകരിച്ചെടുക്കാത്ത ഒരു പുത്തൻ നഗരം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. പിതാക്കന്മാരെല്ലാം കൂടാരവാതിക്കലിരുന്നതിനെ പറ്റി എബ്രായക്കാരൻ പറയുക, അവൻ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടാരങ്ങളിൽ പാർത്ത് ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുക. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിക്കത്തില്ല. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുലുക്കും. അവർ കടുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നു കയറും. ക്ഷീണിച്ചു പോകാനോ നടക്കും, തളർന്നു പോകാനോ ഓടും. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അന്തരവടബല ധിരിവികബലബടബല ദൂരവ ചൈതൽക്കമനബടബല ധിരിവികബലബടബല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ജീസസ്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഓ ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്ന ഞാൻ, കർത്തൻ വരവിനായി കാത്തിരിക്കുന്ന ഞാൻ, കാരുണ്യനീതിയെ കാണുവാൻ വെമ്പുന്നേ, കാരുണ്യനീതി. ഓ കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കൽ. ആമേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ. രാജാതിരാജൻ വരും നീർ, ആമേ, താന്റെ വിശുദ്ധരെ എത്തിയിടുവാൻ. രാജാതി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ഈ പള്ളി പണിയുന്നതിലും പ്രയാസമാ ജനത്തെ പണിയുന്നത്. വലിയ ബുദ്ധിമുട്ടാ. അല്ല, പള്ളി പണിയുന്നതും പ്രശ്നമാ. ഇവര് മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടെന്ന് കേട്ടപ്പോൾ വൈരികൾ എതിർത്തു. അല്ല, 4-ാം അധ്യായത്തിൽ ഒന്നുകൂടെ വായിച്ചോ, 4:1. ഈ വൈരികൾ കേട്ടപ്പോൾ എക്യൂമിനിസം. നമുക്ക് ഒന്നിച്ചു കൂടാം. ഞാൻ പറയുന്നില്ലെന്നും. അപ്പം ഞങ്ങൾ പിന്നെ ഓണസദ്യ ഒരുക്കുമ്പം അച്ചായൻ ഫാമിലിയായിട്ട് പറയണം. ഇത്തവണ തൂഷനിൽ ഇട്ടാണ് സദ്യ. ഞാനൊന്ന് എനിക്ക് അവസരം താ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. നമുക്ക് എല്ലാത്തിനൂടെ നമുക്ക് എല്ലാവരും അഡ്ജസ്റ്റ്മെന്റില്ലേ, ഞങ്ങളൂടെ പണിയ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. എടാ, അഭിഷേകമില്ലാത്തവനെ, കൃപയില്ലാത്തവനെ പണിക്ക് കൂട്ടിയാൽ ഇത് പൊളിയും. കാശ് കാണും, പൊസിഷൻ കാണും, പിടിപാട് കാണും, കേന്ദ്രത്തിലും ഉന്നതന്മാരും ഒക്കെ ആയിട്ട്. ഈ പണി അത്ര പണിയല്ല.
ഇത് പരിശുദ്ധാത്മാവാ പണിതുകൊണ്ടിരിക്കുന്നത്. മൂലക്കല്ല് യേശു ക്രിസ്തുവാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമാണ്. ഇത് നടത്തുന്നത് സെൻട്രൽ പാസ്റ്റർ അല്ല പണി നടത്തുന്നത്. ഞങ്ങളൊക്കെ ഇതൊരു നടത്തിപ്പുകാരെന്നുള്ളൂ. പണി നടത്തുന്ന പരിശുദ്ധാത്മാവാ. ആ പണിക്ക് കുണം പിടിക്കാത്തവനെ കയറ്റിയാൽ സ്തോത്രം. നാലിൻ്റെ ഒന്നൊന്നുകൂടെ വായിച്ച നെഹമ്യാവ് 4:1. ഇത് മറിക്കരുത്, ഇത് മറിക്കാറ്. നെഹമ്യാവ് 4:1 വായിര്. നെഹമ്യാവ് ഇപ്പൊ എസ്രായല്ലേ വായിച്ചത്, നെഹമ്യാവൂടെ വായിച്ചു. അത് ഞങ്ങള് മതില് പണിയുന്നുവെന്ന് സൻബല്ലത്ത് ആ ആ ആ ഈ ദുർബലന്മാരായ എന്തോ വർത്താനമൊക്കെ ദുർബലന്മാര്. ഇവരെ പറ്റി സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്ന കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന്. അവരെ പറ്റി ഇവന്മാരുടെ അഭിപ്രായം പറയാ. എനിക്ക് നിങ്ങൾ ചിലരിങ്ങനെ വചനം ആസ്വദിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇത് വചനം പ്രകാശിക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് ഒരു 3-4 മണിക്കൂറോടെ നിൽക്കാം. വേണ്ട പാസ്റ്റർ, അധികം നിൽക്കണ്ടെങ്കിൽ ഇരിക്കുന്നതാ നല്ലതെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പം ചിന്ത വന്നിട്ടുണ്ട്. വേണ്ട വേണ്ട, ഞാൻ അങ്ങ് ഇരിക്കാം. ദൈവത്തിന് മഹത്വം. അല്ല, വചനത്തിന് ശക്തിയാ. ഇവർ പറയാ ദുർബലന്മാര്. പക്ഷെ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇവരെ പറ്റി ദുർബലന്മാരെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അറിവുള്ള വാക്യമാ, വായിച്ചോ. 23 വായിര് 22-ാം വാക്യം വായിച്ചോ. 22 ആ കാട്ടുപോത്തിന് തുല്യമായ അവരെ പറ്റി ഇവന്മാര് പറയാ ദുർബലന്മാരാന്ന്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞങ്ങളൂടെ പണിയാ. ഞങ്ങൾ പിന്നെ ഇടയ്ക്കൊന്ന് പുക വലിക്കും, പിന്നെ ഇടയ്ക്ക് ഇളപ്പ് കിട്ടുമ്പോൾ 2 അച്ചായൻ കുടിക്കണ്ട, പക്ഷെ അടുത്തിരിക്കണം. ഞാൻ വലിച്ചങ്ങോട്ട് നൂതുമ്പോൾ അച്ചായൻ അത് ആസ്വദിച്ചോണം. മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഞങ്ങളൂടെ പണിയാന്ന്. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ പറഞ്ഞു ഒക്കത്തിലൊക്കെ ഞങ്ങൾ പണിതോളാം. അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങള് പണിയും. അപ്പൊ ഇവര് പ്രശ്നം ഉണ്ടാക്കി. സൻബല്ലത്തും അവന്മാര് കത്തെഴുതി. അന്നും ഉണ്ടായിരുന്ന എഴുത്തുകാര്. അന്നും ഭയങ്കര എഴുത്തുകാര്. അന്നും ഉണ്ട്. ഒരു തൊഴിലും ഇല്ലല്ലോ, ചുമ്മാ ഇരുന്ന് അതെ കത്തെഴുതി. അവിടെ 11-ാം വാക്യമല്ലേ, 4-ാമത് എസ്രാ 4:11 ആ കണ്ണിക തുടങ്ങുന്നത്. ആ പകർപ്പിന്റെ കാര്യമാണ് പറഞ്ഞ. വായിച്ചോ, പകർപ്പ് വായിച്ചു. ആ എന്നാ ഒരു വെപ്രാളം. ഞാൻ മുമ്പേ അറിഞ്ഞ ചണ്ണപ്പേട്ട തങ്കച്ചായന്റെ അനിയനാ വിവാഹം ചെയ്തെന്നാന്നോ? പിന്നെ കൊച്ചുമോൻ പറഞ്ഞാണെന്ന്. അത് മറ്റേ നമ്മുടെ എന്തുവാ കുളത്തൂപ്പുഴ തങ്കച്ചായൻ. ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. അത് തന്നെ. ചണ്ണപ്പേട്ട അത് അല്ലേലിയ തങ്കച്ചായൻ, ബൂക്ക് തങ്കച്ചായന്. അത് ബൂക്ക് ഇപ്പൊ അതും അവിടെ നിൽക്കട്ടെ. ഇത് വായിര്. അതിന്റെ പുറകെ പോകാതെ ഇതിന്റെ പുറകെ വാ. അവർ അർത്തഹ്ശ രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പ് എന്തെന്നാൽ, നദിക്കിക്കരയുടെ ദാസന്മാരെ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ തിരുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ അടുക്കൽ യെരൂശലേമിൽ വന്നിരിക്കുന്ന അപ്പൊ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഈ പണിക്കെതിരെ ശക്തമായ എതിരുണ്ടാക്കി. കത്തൊക്കെ എഴുതി രാജാവിന്. ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾ പണിയണ്ട ഞങ്ങൾ. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല. സൻബല്ലത്തിൻ തോബിയാബിൻ കൂട്ടുകെട്ടുകളും
കൂട്ടുകെട്ടുകളും ചഞ്ചലമുണ്ടാക്ക് കലകവാക്കുകളും സൻബലത്തിൻ തോപിയാബിൻ കൂട്ടുകെട്ടുകളും ചഞ്ചലമുണ്ടാക്ക് കലകവാക്കുകളും സന്തോഷത്തോടെ ഈ സഹിച്ചവൻ അരികിൽ ചെല്ല, എല്ലാം സഹിച്ചവൻ അരികിൽ ചെല്ല. യേശുവി നിന്നയെ ചുമക പാളയത്തിൻ പുറമെ പോക. യേശുവി നിന്നയെ ചുമക പാളയത്തിൻ പുറമെ. അപ്പൊ ഇവര് പ്രശ്നമുണ്ടാക്കി, കൂട്ടുകെട്ടുണ്ടാക്കി, എഴുത്തെഴുതി എന്തിനേറെ എല്ലാം വിവരിക്കുന്നില്ല. എഴുത്തെഴുതി പണി മുടക്കിച്ചു. 21-ാം വാക്യം. പണി മുടക്കിച്ചു. പണി മുടക്കികൾ ഒത്തിരി സ്ഥലത്തുണ്ട്. പണി മുടക്കിച്ചു. പക്ഷെ പണി മുടക്കിച്ച് കഴിഞ്ഞ് ഇവര് പണിയാതിരുന്നപ്പോൾ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് എഴുന്നേറ്റ് പ്രവചിച്ച പ്രവാചകന്മാർ പ്രധാനികളാ ഹഗ്ഗായി പ്രവാചകനും സെക്കരിയാവും. അപ്പൊ ആ പ്രവചനവും കൂടി ഇതിനോട് ചേർത്ത് പഠിച്ചെങ്കിലേ ഇത് ഒക്കൂ. പുസ്തകം സങ്കീർത്തനോ സദൃശവാക്യോ യെശയ്യാവ് യിരെമ്യാവ് ഒക്കെ കഴിഞ്ഞാ കിടക്കുന്നെങ്കിലും ആ 2 പുസ്തകം ഇങ്ങോട്ട് ചേർത്ത് വേണം പഠിക്കാൻ, എങ്കിലേ ഇത് ഏറെക്കുറെ പിടികിട്ടുള്ളൂ. അപ്പോൾ ഹഗ്ഗായി സെക്കരിയാവ് ഈ സന്ദർഭത്തിൽ എഴുന്നേറ്റ് പണി നിർത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഹഗ്ഗായി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കുക, ദൈവാലയം ശൂന്യമായി കിടക്കുക, നിങ്ങൾ എന്നെ അടങ്ങിയിരിക്കുന്നേ. ജനം ഉണർന്നു. വല്ല പൊട്ടനും പോഴനും എല്ലാം പണി മുടക്കിയെന്ന് പറഞ്ഞ് നിങ്ങൾ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ദൈവാലയം പണിയണം. നിങ്ങൾ തട്ടിട്ട വീട്ടിലല്ലേ പാർക്കുന്നത്, ആലയം ശൂന്യമായി കിടക്കുക, നിങ്ങൾക്ക് ഇത് ഏതുമില്ലയോ, നിങ്ങൾ എന്നാ ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത്. അപ്പൊ ഉണർത്തപ്പെട്ടപ്പം വീണ്ടും അധികാരികളുടെ ഉള്ളത്തോട് ഇടപെട്ട് പണി ആരംഭിച്ചു. അപ്പോൾ ശക്തമായ പോരാട്ടം വന്നപ്പോൾ സെക്കരിയാവ് പ്രവചിച്ചു. എന്തുവാ? ഈ സൻബല്ലത്തെ, തോബിയാവ്, വേറെ ചില കക്ഷികളൊക്കെ എതിർത്ത് വന്നപ്പോൾ സെക്കരിയാവ് ഒരു പ്രവചനം നടത്തി. 4-ാം അധ്യായം ഓടിച്ചങ്ങ് നിർത്തിയേക്കാം. 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമായിരുന്നു. 4:7. സെക്കരിയ, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. പിന്നെ കൃപകര വന്ന് ആർപ്പോടെ ആണിക്കല്ല കഴിച്ചും. പിന്നെ ഈ കൈ, അവന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിടുവന്ന് പ്രവചനാത്മാവ് നിറയുക. ഈ പണി ശത്രു മുടക്കിയെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, ആലയത്തിന് അടിസ്ഥാനമിടാൻ പോവുക. ഈ അടിസ്ഥാനക്കല്ല് ശലോമോന്റെ കാലത്ത് പണിത കല്ലുണ്ട്, അടിസ്ഥാനക്കല്ല്. ഭയങ്കര കേമമാണ്. അതൊക്കെ കണ്ടങ്ങ് സന്തോഷിച്ചു. ആ കല്ലിൻ്റെ വിശേഷത രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-9 മുതൽ. അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പ്രാകാരം വരെയും തോതിന് വെട്ടി. നമ്മുടെ ഇഷ്ടത്തിന് വെട്ടുകല്ല, അല്ല ഇങ്ങോട്ട് നോക്ക് അച്ഛാ, തോതും പ്രകാരം വെട്ടണം, നമ്മുടെ ഇഷ്ടത്തിന്. ഇത് ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് വെട്ടി ഓരോന്നിനെ കൊണ്ടിരുത്തിയിരിക്കുക. ചാക്കോച്ചൻ അവിടെ ഇരിക്കുക, വേവിച്ചൻ ഇവിടെ ഇരിക്കുക, പാമ്പച്ചൻ ഇവിടെ ഇരിക്കുക, തങ്ങച്ചായൻ ഇവിടെ ഇരിക്കുക. നമ്മുടെ തോതിനെല്ലാം വെട്ടി വെച്ചേക്കുക. ഇത് പ്രമാണപ്രകാരമുള്ള തോതിന് വെട്ടണം. അകവും പുറവും അങ്ങനത്തെ കല്ല. അയ്യോ, എനിക്കിവിടെ നിന്നങ്ങ് നല്ല മെസ്സേജ് പറയാൻ തോന്നുന്നുണ്ട്. അകവും പുറവും ഈർച്ചവാള് കൊണ്ട് അങ്ങനെ അറക്കണം. ഇതിനകത്ത് കയറുന്ന കല്ലേ ജീവനുള്ള കല്ലാകുന്ന അവന്റെ അടുക്കൽ വന്നിട്ടും നിങ്ങളും അപ്പൊ ആ കല്ലിന് അകവും പുറവും ഈർച്ചവാള് കൊണ്ട് എന്ന് പറഞ്ഞ ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും. ഇപ്പൊ ആൾക്കാർ പറഞ്ഞത് പുറത്ത് എങ്ങനെ ആയാലും കുഴപ്പമില്ല, നമ്മുടെ അകം. പുറത്ത് നമുക്ക് ഇറുകി പറ്റുന്ന പാൻറ്, ലസി എന്നെ കുന്തത്തിന്റെ പേരും ലെഗീൻസ്, എന്തേലും കോടാലി നിന്റെ എല്ലാം
തലയിൽ തുണി കിട്ടിയാലും ഇട്ടില്ലെങ്കിലും ആസ് യു ലൈക്ക്, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. തെറ്റിയോ? ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയത്തില്ല, പറ. അകവും പുറവും ഈർച്ചവാള് കൊണ്ട് അതുകൊണ്ടാ പണിയേണ്ടത്. അയ്യോ 8 മണിയായി, മതി. നമുക്ക് കർത്താവ് അനുവദിച്ച, ഞാൻ നിന്ന് പ്രസംഗിച്ച ഒരു 5 മണിക്കൂറൂടെ ഈ വിഷയം നിന്ന് അടുക്കടുക്കായിട്ട് നിങ്ങൾ വചനം ആസ്വദിക്കുന്നവർ ഇതിനകത്തുണ്ട്. എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നല്ലതുപോലെ നിങ്ങൾ വചനം അതുകൊണ്ട് എനിക്ക് നിന്ന് പറയാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് നാളെ ജോലിയൊക്കെ ഉള്ളതല്ലേ, ഒത്തിരി തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ഈ ഞായറാഴ്ച കഴിഞ്ഞ് ഇത്രയും പേര് വന്നില്ലേ, വലിയ സന്തോഷം. ഒരു 3 മിനിറ്റ് എടുത്തോട്ടെ പറ. 10 വേണ്ട 5 മിനിറ്റ് ആട്ടെ. ഇവർ 2 പേരുടെ സാക്ഷിയിൽ ഏത് കാര്യവും ഉറപ്പിക്കാവില്ല. 5 മിനിറ്റ് കൊണ്ട് ഒരു 5 മിനിറ്റ്. ദൈവത്തിൻ്റെ മഹത്വം. ഈ അടിസ്ഥാനക്കൽ ഇങ്ങനെ, ഞാനത് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, നേരമില്ല. അകവും പുറവും അറത്ത് ചെത്തി ക്രമപ്പെടുത്തി വേണം ഇതിനകത്ത്. അല്ലാതെ ആ കിടക്കുന്ന പടുതി കൊണ്ട് കല്ല് വെച്ച് പണിയരുത്. അമ്മമ്മ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, വന്നൊന്നിരുന്നാ മതി. സൺഡേ വരണമെന്നേ, പിന്നെ മൺഡേ മുതൽ സാറ്റർഡേ വരെ അമ്മാമ്മയ്ക്ക് എവിടെ വേണേലും സൺഡേ വരണേ, മറക്കരുതേ. പോണോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊടുക്ക. അല്ല, എല്ലാവരും ഉണ്ട്. പിന്നെ എല്ലാവരും ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്നില്ല, പുള്ളി പറഞ്ഞ പോലെ. ദൈവത്തിന് മഹത്വം. അപ്പൊ അകവും പുറവും ഈർച്ച വാളാൽ അറുക്കപ്പെടണം, അറുത്ത് കൊണ്ടുവരണം. ഇതാ കല്ലുകട പണി. ഞാൻ വിസ്തരിക്കുന്നില്ല, താഴോട്ട്. ഇതാ അടിസ്ഥാനക്കല്ലേ, അടിസ്ഥാനക്കല്ല്. ഈ അടിസ്ഥാനക്കല്ല് ഇട്ടു. ആലയം പണി തുടങ്ങിയപ്പോൾ അവൻ ശത്രു എഴുന്നേറ്റു. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8 മുതൽ ആ പണിയുടെ നടത്തിപ്പ് വരുന്നത്. എല്ലാം വായിക്കാൻ നേരമല്ല, 3:12 വായിച്ചേ. 3:12. അടിസ്ഥാനമിട്ടു. അപ്പോൾ അടിസ്ഥാനമിടുക. ഈ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ എതിർത്തപ്പോൾ സെക്കറിയാവിൽ കൂടി പ്രവചിച്ചു. ആമേൻ, സ്തോത്രം. ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുക. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ. ഈ പർവ്വതം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ചില വ്യക്തികൾ എതിരായിട്ട് നിൽക്കുന്നതാ. നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികളും ചില പ്രശ്നങ്ങൾ എതിരായിട്ട് വരും, ചില പർവ്വതങ്ങൾ നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, ഈ പർവ്വതത്തെ ദൈവം മാറ്റിത്തരും. നിന്റെ ആത്മീക പണിക്കെതിരെ, ഭൗതിക പണിക്കെതിരെ, ആത്മീക നിലവാരത്തിനത് പർവ്വതസമമായി നിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഇന്ന് രാത്രി ദൈവം മാറ്റുവന്ന്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 15 അല്ലേ? 41-ന്റെ 15 ഒന്ന് വായിച്ച. 41-ന്റെ 15. നീ പർവ്വതങ്ങളെ മെതിച്ച്, നിന്റെ മുൻപ് നിൽക്കുന്ന പർവ്വതത്തെ നീ മെതിച്ച് പൊടിക്കുവന്ന്. മതി. നിന്റെ മുൻപ് നിൽക്കുന്ന പർവ്വതത്തെ നീ മെതിച്ച് പൊടിക്കും. ഇന്ന് രാത്രി ധൈര്യപ്പെട്ടോണം. ഇവിടെ സെരുബ്ബാബേലോട് പറയാ, സെരുബ്ബാബേലേ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം അത് ഏതാണെങ്കിലും ദൈവം അത് നീക്കുമെന്ന്. കൃപ എന്ന ആർപ്പോട് ആണിക്കല്ല് കയറ്റും. എന്താ? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ പർവ്വതങ്ങളെ അവിടെ സ്ഥാനത്ത് നിന്ന് ഇളക്കി മാറ്റും. മത്തായി സുവിശേഷം വായിക്കേണ്ട കർത്താവ് പറയുക, വിശ്വസിച്ച് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാൻ പറഞ്ഞാൽ അത് മാറും. നിന്റെ മുൻപ് നിൽക്കുന്ന പർവ്വതത്തെ വിശ്വസിച്ച് പറയണം, യേശുവിന്റെ നാമത്തിൽ ഈ പ്രശ്നത്തിന് ദൈവം ഇന്ന് രാത്രി വിടുതൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയം, യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം.
ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാന് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു നാട്ടിലുമുണ്ട്. അതിന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അപകടമോ പ്രയാസമോ അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് ചങ്ങല വലിച്ചു നിർത്തും. ഇന്നങ്ങ് ചങ്ങല വലിക്കുക. എങ്കിലും നിങ്ങൾ ഇന്നലെ എനിക്ക് ഒത്തിരി സമയം പ്രസംഗിക്കാൻ തന്നു, സന്തോഷം. ഇപ്പം 2 മണിക്കൂറോളം തന്നു, വളരെ സന്തോഷം. അതിലുപരി നിങ്ങളെല്ലാം എന്നെ കേട്ടിരുന്നല്ലോ, വളരെ സന്തോഷം. ഒരപേക്ഷ. നാട്ടിലൊരു ചെറിയ സഭയുണ്ട് തിരുവല്ലായിൽ. കർത്താവിൻ്റെ ദാസം വന്നിട്ടുണ്ട്. വേച്ചാൻ വന്നില്ല. പിന്നെ ആരും വന്നിട്ടില്ല. നമ്മുടെ റിബു വന്നു. കൊട്ടാരക്കര എന്നാന്ന് പറയാറാ വന്നത്. ഒരാൾ വരുന്നെന്നാ പറഞ്ഞ്. വന്നു കഴിഞ്ഞപ്പോൾ ആളിന്നതാന്ന് അറിഞ്ഞ് അദ്ദേഹം വന്നു. സന്തോഷം. ഇനി നിങ്ങൾ നാട്ടിൽ വരുമ്പം അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, ഇന്റർനെറ്റ് ആണല്ലോ. അപ്പം ശ്രദ്ധിച്ചേ, അവരും വന്നു. അപ്പം ഇനി നിങ്ങൾ നാട്ടിൽ വരുമ്പം നിങ്ങളുടെ സമയവും സാഹചര്യവും ഒന്നും അറിയത്തില്ല. അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങളവിടെ ആരാധനയ്ക്ക് ഒരു സഭായത്തിന് വന്ന് സംബന്ധിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സാഹചര്യമൊന്നും അറിയത്തില്ല, ചുരുങ്ങിയ ദിവസമൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിലും വരുന്നത് സന്തോഷമാണ്. ഇവിടുത്തെ പോലെ നേരത്തെ വിളിച്ച് അപ്പോയിൻമെൻ്റ് ഒന്നും എടുക്കണ്ട, അങ്ങ് വന്നാൽ മതി. നമുക്കൊന്നിച്ച് ആരാധിക്കുവാൻ കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവം കൃപ നൽകട്ടെ. എല്ലാ സഹകരണങ്ങൾക്കും നന്ദി. ഈ ബഹുമാന്യ സഭയ്ക്കും ശുശ്രൂഷകനും കൂട്ടുവേലക്കാർക്കെല്ലാം നന്ദി. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ പഴയ പാട്ടിന്റെ 2 ചരണം പാടി അങ്ങ് നിർത്താം. പർവ്വതമാംസമ പ്രചനങ്ങളാല് നിർവാഗമില്ലാതെ ഞാനലയുമ്പോൾ, പർവ്വതമാംസമ പ്രചനങ്ങളാല് നിർവാഗമില്ലാതെ ഞാനലയുമ്പോൾ, നിർമ്മാണ പദ്ധതി തന്നിൽ ആക്കും എന്നെ അനുദിനമോ, നിർമ്മാണ പദ്ധതി തന്നിൽ അവൻ എന്നെ നടത്തി കർമ്മയോഗിയാക്കും എന്നെ അനുദിനമോ. യേശു എൻ പ്രിയ, ക്രിസ്തേശു എൻ പ്രിയ, യേശുവെ പോൽ വേറെ. ചേർന്ന് കൈയടിച്ച് ഓ യേശു എൻ പ്രിയ, കൈയടിച്ച് ചേർന്ന്. വേറെ പ്രിയനില്ല ഓ എന്നുള്ള നന്ദിയാൽ തൂളും നുമോദാ, മനിലൻ വേലയും തികറ്റുവാനായെന്നുള്ള നന്ദിയാൽ തൂളുമ്പുന്നു മോദാൽ, മനിലൻ ചേടുവാനായി നിന്നായ അപമാനം പാടി ചീകളാൽ ഓ ഉന്നതാവകാശ ഇനോ മുതൽ കൂട്ടല്ലോ, നിന്നായ അപമാനം പാടി രുചികളാൽ ഓ ഉന്നതാവകാശത്തിന് മുതൽ കൂട്ടല്ലോ. യേശു എൻ പ്രിയ, ക്രിസ്തേശു എൻ പ്രിയ, യേശുവെ പോൽ വേറെ ഇല്ലായേ. യേശു എൻ പ്രിയ, ക്രിസ്തേശു എൻ പ്രിയ. ഓ മണ്ണാമൻ കൂടാരം പോളി ഇടുമെന്നോ, എൻ പ്രിയൻ വരവും സമീപമായെന്നോ. മണ്ണാമൻ കൂടാരം ഇടുമെന്നോ, എൻ പ്രിയൻ വരവും സമീപമായെന്നോ. ഏതിനും ഞാൻ ഒരുങ്ങും കൃപയാൽ തോറോ, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ യാൽ മതി. ഏതിനും ഞാൻ ഒരുങ്ങും കൃപയാൽ തോറോ, എനിക്കെന്റെ ഇമ്പ വീട്ടിൽ യാൽ മതി. യേശു എൻ പ്രിയ, ക്രിസ്തേശു എൻ പ്രിയ, യേശുവെ പോൽ വേറെ ഉടമാരബാല ധാരധാല ധാരധാല. യേശു എൻ പ്രിയ,
ഓ പ്രിയനില്ല ആമേനേശു എൻ പ്രിയൻ ക്രിസ്തേശു ആമേനേശുവെ പോൽ വേറെ പ്രിയനില്ല ഓ യേശു എൻ പ്രിയൻ ക്രിസ്തേ എൻ പ്രിയൻ യേശുവെ പോൽ വേറെ ഓ യേശു എൻ പ്രിയൻ ഉടബാല ധീരബാല ബാലബാല വൈഡബാല ധീരബാല ഓ രീഗബാല വൈഡബാല വേലബാല ഓ യേശു എൻ പ്രിയൻ ഊടബാല ബാലബാല വേലബാല വൈഡബാല വീരബാല ഉടജാലദാല ധീരബാല വൈഡമാന ബൗഡബാല ഓ രീഗബാലബാല ബൗഡബാല വീരബാല ഉടജാലദാല ധീരബാല വൈഡബാല ധീരബാല ഓ രീഗബ ദൂടമാന വൈഡമാല വേദമാന വൈഡമാല വൈഡമാല അർദ്ധവേദി വൈദരാജ വൈഡരാജ വൈദരച്ച ധീരമാന ഓ രിഗമാന ബാടബാല വീരബാല ബാലബാല ഓ ആമേ പ്രൈസ് ദി ലോർഡ്. പർവ്വതങ്ങൾ മാറട്ടെ, പർവ്വത സമമായ പ്രശ്നം മാറട്ടെ. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയാകും. സൻബല്ലത്തിന്റെ തോബിയാവിന്റെ കൂട്ടുകൾ ദൈവസഭയുടെ പണിക്കെതിരെ, ആത്മിക പണിക്കെതിരെ, നിന്റെ ആത്മിക മുന്നേറ്റത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ട വ്യാപാരം ഇന്ന് രാത്രി അഴിയട്ടെ. അടാ ജല ദല ദല വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി. ഓ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ കൃപ കൃപ എന്ന ആർപ്പോട് ആണിക്കല്ല കയറ്റും. അന്തൽ കൈടബലബടബല ദൂരവ ചൈതൽ ഉടി മന ദുരാ ദരച്ചി ദരബടബലബടബല ധീരവച്ച സൈതൽ കമനബടബനബന. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ റിബികബലബടബലബടബല ദിരിബികബലബടബല അന്തൽ കൈടബലബടബല ധീരവച്ച സൈതൽ ഉടി മനധുരി രവധുര ദരബടബലബടബല ദിരിബികബലബടബല ദൂരവ ചൈതൽ കബലബടബലബല അന്തലെ റൈഷസ്. എല്ലാ പോരികൾ അടിഞ്ഞു മാറട്ടെ. ദൈവസഭയ്ക്കെതിരെ, നന്മയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, തലമുറകൾക്കെതിരെ, ഭാവിക്കെതിരെ വെല്ലുവിളിക്കുന്ന ദൂഷ്ട വ്യാപാരങ്ങൾ ഇന്ന് രാത്രി അഴിയട്ടെ. അടകട്ടി പടബാലാദം വീരക്കട്ടം വീരകരാജ അന്തലപടബല വേലവലക്ഷം ദൂരാജാല ഐടക്കടയ ധൂമനവച്ച ധീരാജാല വൈടവരച്ച ദൂരവരമ്പല ഉടമന ധിരിപികവരപടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം, ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എളിയവനെയും കുടുംബത്തെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വീണ്ടും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വൈകിട്ട് ഇത്രയും പേര് കടന്നു വരാൻ കർത്താവ് സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾ ഷിക്കാഗോ സിറ്റിയുടെ നോർത്തിൽ താമസിക്കുന്ന പ്രിയപ്പെട്ടവർ, അമ്മാമ്മ ഇവരെല്ലാം കഴിഞ്ഞ ദിവസങ്ങൾ ഇന്നും കടന്നു വന്ന് ഒരുമിച്ച് അരിപ്പാനിടയായതല്ലോ. കർത്താവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഫെലോഷിപ്പ് ഹോളി സ്നാക്കുണ്ട്. പ്രിയപ്പെട്ടവർ, ഇവിടെ ആരെങ്കിലും പരിചയമില്ലാത്തവർ ആ സ്ഥലം ഒന്ന് സഹായിക്കും, കണ്ടുപിടിക്കാനായിട്ട് സഹായിച്ചായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഇത്രയും നേരം അല്പം നേരത്തെ സാധാരണ പതിവിലും നേരത്തെ നിർത്താൻ വേണ്ടിയാണ് നമ്മൾ സാധാരണയായിട്ട് സൺഡേ നേരത്തെ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് 5:30 തുടങ്ങണമെന്ന് വിചാരിച്ചെങ്കിലും നമ്മൾ വന്നപ്പോൾ പവർ ഇല്ലാഞ്ഞത് കൊണ്ടാണ് നേരത്തെ തുടങ്ങാതെ പോയി അല്പം താമസിച്ചു പോയത്. ക്ഷമിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ സൺഡേയിലും ടില്ലി പാർക്കിൽ ബൈബിൾ സ്റ്റഡിയുണ്ട്. എല്ലാ സൺഡേയിലും 5:30 ബർക്കൊച്ചുമോൻ്റെ ശേഷം ആശയം വീട്ടിൽ വെച്ച് എല്ലാ സൺഡേയിലും ബൈബിൾ സ്റ്റഡിയുണ്ട്. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നമുക്ക് മീറ്റിങ്ങുകളുണ്ട്. ചർച്ചിൻ്റെ വെബ്സൈറ്റ് www.epcchicago.org. അവിടെ മിക്കവാറും മാസങ്ങളിൽ ഈ സ്കെഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മീറ്റിങ്ങിന് വന്ന് സംബന്ധിപ്പാൻ താല്പര്യമുള്ളവർ മിക്കവാറും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വി ഹാവ് പ്രോഗ്രാംസ് മോർണിംഗ് ആൻഡ് ഈവനിങ്. അതുകൊണ്ടത് ആ സ്കെഡ്യൂൾ നോക്കിയാൽ നിങ്ങൾക്ക് വന്ന് സംബന്ധിക്കാനായിട്ട് കഴിയും. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് പ്രെയർ ലൈൻസ് ഉണ്ട്.
ഇതിലെല്ലാം സംബന്ധിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന്, ഇത്രയും 2 മണിക്കൂറായിട്ട് ഇരിക്കുന്നല്ലോ, എഴുന്നേക്കാതെ പാനും ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ സ്നാക്ക് ക്രമീകരിച്ചിരിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ഏകദേശം 2 മണിക്കൂറുകളോളം വളരെ ഐശ്വര്യമായി ദൈവത്തിൻ്റെ വചനം നമ്മെ പറഞ്ഞു കേൾപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇന്ന് രാവിലെയും ഇപ്പോഴും വളരെ ദീർഘമായി വളരെ സവിസ്തരമായി നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ അതിൻ്റെ പല കാര്യങ്ങൾ പറഞ്ഞ് നമുക്കത് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. നമ്മളെപ്പോഴും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ പിശാച് പുറകോട്ട് വലിക്കാൻ നോക്കും. മുന്നോട്ട് വിടാതിരിക്കാൻ നോക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുറകോട്ട് പോകാനല്ല, മുന്നോട്ട് പോകണം. വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുമ്പോൾ പല കോംപ്രമൈസ് പിശാച് കൊണ്ടുവരും. എല്ലാം ശരിയാണെന്ന് തോന്നും കേൾക്കുമ്പോൾ. പക്ഷേ യൂദയുടെ ലേഖനം 3-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യാനല്ല. അതുകൊണ്ട് എനിക്കും പല വിമർശകരുണ്ടെന്ന് എനിക്കറിയാം, എതിർക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം, പറയുന്ന ആശയങ്ങളോട് യോജിക്കാത്തവരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദൈവം വിശ്വസ്തൻ. ഞാൻ ആരോട് എതിർക്കാൻ പോകാറില്ല. ദൈവകരങ്ങൾ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം വിശ്വസ്തൻ, വിളിച്ച ദൈവം വിശ്വസ്തൻ. അതിൻ്റെ ആ ലേഖനത്തിൻ്റെ ഒടുവിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഓർമ്മ 24-ാമത്തെ വാക്യം: വീഴാതെ വണ്ണം എൻ്റെ മഹിമാസന്നതിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നവൻ. നമ്മൾ ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മൾ സമർപ്പിച്ചാൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് അഥവാ അതിനുവേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് വിശുദ്ധിയിൽ ജീവിക്കുമ്പം പ്രതികൂലങ്ങളുണ്ടാകും. സന്മല്ലത്തും തോബിയാവും ഉണ്ടാകും. കോംപ്രമൈസിന് ആളുകൾ വരും. പല കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നിൽക്കാൻ തയ്യാറായാൽ നമ്മളെ നിർത്തുന്ന ഒരുവനുണ്ട്. നമ്മൾ ഇന്ന് വൈകിട്ടും രാവിലെയും വൈകിട്ടും എല്ലാം കേട്ട ദൂതിൻ്റെ മുൻപാകെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത് മറന്നു പോകാനല്ല, ഏറ്റെടുത്ത് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ഏത് സമയത്തും കർത്താവ് വരും. നമുക്കിവിടെ കഷ്ടമുണ്ടെങ്കിലും ലോകത്തെ ജയിച്ചൊരു കർത്താവ് എൻ്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ട്. നമ്മുടെ കരുത്തിന് പിടിച്ചിട്ടുണ്ട്. ചെറിയ കാര്യങ്ങളെ കണ്ട് ക്ഷീണിക്കാനല്ല, നിരാശപ്പെടാനല്ല, സംശയിക്കാനല്ല, ഭയപ്പെടാനല്ല, തിരിഞ്ഞു പോകാനല്ല. ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി കർത്താവേ ഞാനും നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പല പാട്ടുകളും വാക്യങ്ങളൊക്കെ ഓർമ്മ വരുന്നെങ്കിലും ഞാനൊന്നും ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരങ്ങൾ, ഒരാൾ ചുരുക്കമായിട്ട് വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചായിട്ട് കർത്താവിൻ്റെ ദാസനും പ്രത്യേകം ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ഒരുമിച്ചായിരുന്നതിൽ പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷകളെ അനുഗ്രഹിക്കട്ടെ, കുടുംബമായും സഭയായും അനുഗ്രഹിക്കട്ടെ. അന്യോന്യം ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവേ. അവിടുത്തെ സനിയിലെ അടിയങ്ങളായിരുന്നത് കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവേ. അടിയങ്ങളുടെ ജീവിതത്തിന് കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അനുഗ്രഹത്തിന് കാരണമായി തീർന്നതിനാൽ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. രാവിലെ മുതൽ കർത്താവേ ഇതുവരെയും കർത്താവേ. ഹല്ലേലൂയ. ഇടയ്ക്ക് അല്പസമയം കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവ്. വിശ്രമിപ്പാൻ പോയെങ്കിലും കർത്താവിൻ്റെ വചനം ഹല്ലേലൂയ അവിടുത്തെ ദാസരിൽ കൂടി കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കേട്ട വചനം കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം കർത്താവ്. ഒരിക്കലും കർത്താവേ നിഷ്ഠരമായി പോകാതെ വണ്ണം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ നേരത്തെ മനുഷ്യൻ അനുദിനം ബലപ്പെടുവാൻ തക്കവണ്ണം, ശക്തിപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ മുമ്പിൽ കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങളുടെ പരദേശ പ്രയാണത്തിൽ സിയോൻ യാത്രയിൽ കർത്താവേ. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കർത്താവേ പലവിധമായ പ്രലോഭനങ്ങൾ, പ്രതിസന്ധികൾ, ഹല്ലേലൂയ പ്രശ്നങ്ങളൊക്കെയും ഉണ്ടെങ്കിലും കർത്താവേ. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം, പ്രത്യാശ ഞങ്ങൾക്കുള്ളതിനാൽ ഈ ദിവസം കർത്താവിന് മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രദേശ പ്രയാണം കഴിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ.